ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GK മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ചത് ഏതു വർഷം? ഓപ്ഷൻ എ 1972, ഓപ്ഷൻ ബി 1975, ഓപ്ഷൻ സി 1980 ആൻഡ് ഓപ്ഷൻ ഡി 1984. ശരിയുത്തരം: ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ചത് ഓപ്ഷൻ ബി 1975. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആര്? ഓപ്ഷൻ എ പത്മനാഭൻ നായർ, ഓപ്ഷൻ ബി നളിനി നെറ്റോ, ഓപ്ഷൻ സി ആർ ശ്രീലേഖ ആൻഡ് ഓപ്ഷൻ ഡി സന്ധ്യ. ശരിയുത്തരം: കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ഓപ്ഷൻ ബി നളിനി നെറ്റോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ലോകത്തിലെ ഏറ്റവും വലിയ മഹാസമുദ്രം ഏത്? ഓപ്ഷൻ എ അറ്റ്ലാന്റിക് മഹാസമുദ്രം, ഓപ്ഷൻ ബി ഇന്ത്യൻ മഹാസമുദ്രം, ഓപ്ഷൻ സി പസഫിക് മഹാസമുദ്രം ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക് മഹാസമുദ്രം. ശരിയുത്തരം: ലോകത്തിലെ ഏറ്റവും വലിയ മഹാസമുദ്രം ഓപ്ഷൻ സി പസഫിക് മഹാസമുദ്രം. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ദേശീയ പതാകയിലെ അശോക ചിത്രത്തിന് എത്ര ആരം ഉണ്ട്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 22, ഓപ്ഷൻ സി 24 ആൻഡ് ഓപ്ഷൻ ഡി 26. ശരിയുത്തരം: ഇന്ത്യയുടെ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് ഓപ്ഷൻ സി 24 ആരമുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യ IT പാർക്ക് ഏത്? ഓപ്ഷൻ എ ഇൻഫോ പാർക്ക്, ഓപ്ഷൻ ബി ടെക്നോ പാർക്ക്, ഓപ്ഷൻ സി സൈബർ പാർക്ക് ആൻഡ് ഓപ്ഷൻ ഡി സ്മാർട്ട് സിറ്റി. ശരിയുത്തരം: കേരളത്തിലെ ആദ്യ IT പാർക്ക് ഓപ്ഷൻ ബി ടെക്നോ പാർക്ക്. ആറാമത്തെ ക്വസ്റ്റ്യൻ: ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏത്? ഓപ്ഷൻ എ ആഫ്രിക്ക, ഓപ്ഷൻ ബി യൂറോപ്പ്, ഓപ്ഷൻ സി ഏഷ്യ ആൻഡ് ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ശരിയുത്തരം: ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഓപ്ഷൻ സി ഏഷ്യ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഓപ്ഷൻ എ ഗംഗ ഡോൾഫിൻ, ഓപ്ഷൻ ബി തിമിംഗലം, ഓപ്ഷൻ സി മുതല ആൻഡ് ഓപ്ഷൻ ഡി ആമ. ശരിയുത്തരം: ഇന്ത്യയുടെ ദേശീയ ജലജീവി ഓപ്ഷൻ എ ഗംഗ ഡോൾഫിൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യ വിമാനത്താവളം ഏത്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തിരുവനന്തപുരം ആൻഡ് ഓപ്ഷൻ ഡി കണ്ണൂർ. ശരിയുത്തരം: കേരളത്തിലെ ആദ്യ വിമാനത്താവളം ഓപ്ഷൻ സി തിരുവനന്തപുരം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്ന ഘടകം ഏത്? ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ ബി ഇൻസുലിൻ, ഓപ്ഷൻ സി അഡ്രിനലിൻ ആൻഡ് ഓപ്ഷൻ ഡി മയോഗ്ലോബിൻ. ശരിയുത്തരം:
മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്ന ഘടകം? ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ശരിയുത്തരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഓപ്ഷൻ ബി രാജസ്ഥാൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏത്? ഓപ്ഷൻ എ അഷ്ടമുടി, ഓപ്ഷൻ ബി വേമ്പനാട്, ഓപ്ഷൻ സി ശാസ്താംകോട്ട ആൻഡ് ഓപ്ഷൻ ഡി കായംകുളം. ശരിയുത്തരം കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഓപ്ഷൻ ബി വേമ്പനാട്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏത്? ഓപ്ഷൻ എ നയാഗ്ര, ഓപ്ഷൻ ബി വിക്ടോറിയ, ഓപ്ഷൻ സി ഏഞ്ചൽ ആൻഡ് ഓപ്ഷൻ ഡി ഗ്യാസു. ശരിയുത്തരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഓപ്ഷൻ സി ഏഞ്ചൽ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ വനിതാ ലോക്സഭ സ്പീക്കർ ആര്? ഓപ്ഷൻ എ മീര കുമാർ, ഓപ്ഷൻ ബി സുമിത്ര മഹാജൻ, ഓപ്ഷൻ സി സുഷമ സ്വരാജ് ആൻഡ് ഓപ്ഷൻ ഡി ജയലളിത. ശരിയുത്തരം ഇന്ത്യയുടെ ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ ഓപ്ഷൻ എ മീര കുമാർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ സംസ്ഥാന പുഷ്പം ഏത്? ഓപ്ഷൻ എ താമര, ഓപ്ഷൻ ബി ചെമ്പകം, ഓപ്ഷൻ സി കണിക്കൊന്ന ആൻഡ് ഓപ്ഷൻ ഡി റോസ്. ശരിയുത്തരം കേരളത്തിലെ സംസ്ഥാന പുഷ്പം ഓപ്ഷൻ സി കണിക്കൊന്ന. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ കായിക ഇനം ഏത്? ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി ക്രിക്കറ്റ്, ഓപ്ഷൻ സി കബഡി ആൻഡ് ഓപ്ഷൻ ഡി ഔദ്യോഗിക ദേശീയ കായിക ഇനം ഇല്ല. ശരിയുത്തരം ഓപ്ഷൻ ഡി ഔദ്യോഗിക ദേശീയ കായിക ഇനം ഇല്ല. 16ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏത്? ഓപ്ഷൻ എ നൈൽ, ഓപ്ഷൻ ബി ആമസോൺ, ഓപ്ഷൻ സി മിസിസിപ്പി ആൻഡ് ഓപ്ഷൻ ഡി യാങ്സി. ശരിയുത്തരം ലോകത്തിലെ ഏറ്റവും വലിയ നദി ഓപ്ഷൻ ഡി യാങ്സി. 16ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏത്? ഓപ്ഷൻ എ നൈൽ, ഓപ്ഷൻ ബി ആമസോൺ, ഓപ്ഷൻ സി മിസിസിപ്പി ആൻഡ് ഓപ്ഷൻ ഡി യാങ്സി. ശരിയുത്തരം ലോകത്തിലെ ഏറ്റവും വലിയ നദി ഓപ്ഷൻ ബി ആമസോൺ. 17ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ ആര്? ഓപ്ഷൻ എ ആർ ശ്രീലേഖ, ഓപ്ഷൻ ബി ബീന കുമാരി, ഓപ്ഷൻ സി സന്ധ്യ ആൻഡ് ഓപ്ഷൻ ഡി മേസി. ശരിയുത്തരം കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ ഓപ്ഷൻ എ ആർ ശ്രീലേഖ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി സർദാർ പട്ടേൽ ആൻഡ് ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ്. ശരിയുത്തരം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു.
അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്